വെൽക്കം ബാക്ക്. നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലേ, ചന്ദ്രനിലൊരു ചായക്കട ഇടുകയാണെങ്കിൽ അത് ആദ്യം ആരായിരിക്കും? മലയാളികളായിരിക്കും എന്ന് പറയാറുണ്ട്. ബഹിരാകാശ നിലയത്തിലേക്ക് ഇതാ ഒരു മലയാളി പോവുകയാണ്. മലയാളിയുടെ പാദസ്പർശം ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ പാലക്കാട്ടുകാരൻ അനിൽ മേനോൻ ഇന്ന് രാത്രി 8:17 ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. 8 മാസം ദൈർഘ്യമുള്ള യാത്രയിൽ റഷ്യക്കാരായ യോത്തർ ഡുബ്രോവ്, അന കിക്കിന എന്നിവരും അനിലിനൊപ്പമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് അനിൽ മേനോൻ. സായ്കുമാറാണ് ചേരുന്നത്. സായ്കുമാർ, അഭിമാന നിമിഷമാണ്. പാതി മലയാളിയാണ് അദ്ദേഹം, ഡോക്ടർ അനിൽ മേനോൻ. ഏതായാലും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നിരവധി പരീക്ഷണങ്ങൾ കൂടി നടത്താൻ പോകുന്നുണ്ട്. അവിടെ എത്തുന്ന ബഹിരാകാശ സഞ്ചാരികളുടെ രക്തസമ്മർദ്ദം മുതൽ ഇങ്ങോട്ട് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പര്യവേഷണം നടത്താനുമുണ്ട്. തീർച്ചയായും വിനിത, മലയാളികൾക്കാകെ അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക്, ഒരു കുതിപ്പിലേക്കാണ് ഇന്ന് അനിൽ മേനോൻ കാലെടുത്ത് വയ്ക്കുന്നത്. ഇന്ന് കൃത്യം 8:17 ബഹിരാകാശ നിലയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കും. ഇതിനോടകം അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. കൃത്യം തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ 8:17 ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആ യാത്രയ്ക്ക് തുടക്കമാകും എന്ന് തന്നെയാണ്. അത് തത്സമയം ലോകത്തെല്ലായിടത്തും ഇരുന്നും ആ അദ്ഭുത യാത്ര കാണാനുള്ള അവസരം കൂടി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 21A റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. 8 മാസമാണ് ഈ യാത്രയുടെ ദൈർഘ്യം. നിരവധി പരീക്ഷണങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി അനിൽ മേനോന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ടീം നടത്തുകയും ചെയ്യും. റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിൽ മേനോനൊപ്പം ഈ ടീമിൽ അംഗങ്ങളാണ്. അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനും ഒക്കെയാണ്. അങ്ങനെ വർഷങ്ങളായുള്ള അനുഭവ സമ്പത്തും പരിചയവുമാണ് അനിൽ മേനോൻ ഈ യാത്രയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. നിരവധിയായിട്ടുള്ള ഇത്തരം പരീക്ഷണങ്ങളിൽ പങ്കാളികളാകുന്ന ആളുകളുടെ ശാരീരിക ക്ഷമതയും ഒക്കെ വർഷങ്ങളായി അതിനെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അനിൽ മേനോൻ. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു യാത്രയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തായാലും ബഹിരാകാശത്ത് ഉള്ളവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന, രക്തത്തിലെ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ ഈ 8 മാസം കൊണ്ട് അനിൽ മേനോന്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ നടത്തുകയും ചെയ്യും. അതുവഴി ലഭിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ ഭാവിയിലെ അത്യന്തം നിർണായകമായ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് ഗുണകരമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായ അനിൽ മേനോൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് മെഡിക്കൽ പിന്തുണ നൽകുന്ന ടീമിലെ അംഗമായിട്ടാണ് ഈ നാസയിലേക്ക് വരുന്നത്. പിന്നീട് 2018 അദ്ദേഹം സ്പേസ് എക്സിൽ ചേരുകയായിരുന്നു. സ്പേസ് എക്സിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. 2021 ഡിസംബറിലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നെന്തായാലും രാത്രി 8:17 പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചുയരും. മണിക്കൂറുകൾക്കകം രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുകയും ചെയ്യും. എന്തായാലും കണ്ണിമ ചിമ്മാതെ മലയാളികളെല്ലാം ആ ഒരു അദ്ഭുത കുതിപ്പിനായി കാത്തിരിക്കുകയാണ്. ശരി, അനിൽ മേനോൻ ഇതാ യാത്ര തിരിക്കുന്നു ബഹിരാകാശത്തേക്ക്. കാത്തിരുന്ന നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.